രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. Last week we discussed a few things from the book of 2 Kings chapter 2. അവിടെ ഏലിയാവിനോടൊപ്പം യാത്ര ചെയ്യുന്ന 4 സന്ദർഭങ്ങളാണ് നാം ചിന്തിച്ചത്. We discussed 4 occasions where Elisha was traveling with Elijah. ഇത് രാത്രി അങ്ങനെ എലീശ ഏലിയാവിനോടൊപ്പം നിരന്തരമായി യാത്ര ചെയ്തതുകൊണ്ട്, വിട്ടുപിരിയാതെ സഞ്ചരിച്ചതുകൊണ്ട് തനിക്ക് ലഭിച്ച പ്രതിഫലം എന്നുള്ള വിഷയമാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Tonight I am thinking to discuss about the reward that he received by traveling with him continuously. എലീശയ്ക്ക് തന്റെ വിളിയുടെ ഉറപ്പ് ലഭിച്ചു. ഏലിയാവിന്റെ പുതപ്പ് തന്റെ മേൽ വീണു. Elisha received the confirmation of his call and he got the mantle from Elijah. എലീശയ്ക്ക് തന്റെ വിളിയുടെ പ്രാധാന്യത മനസ്സിലായി. വീട്ടിലേക്ക് മടങ്ങിപ്പോകാതെ ഏലിയാവിനെ പിന്തുടർന്നു. He did not return home, understanding the importance of his call. പിന്നീട് നാം കാണുന്നത് എലീശയ്ക്ക് തന്റെ വിളി നിറവേറ്റുവാനായിട്ട് ഉള്ള പരിശീലനം ലഭിച്ചു. ഏതാണ്ട് 13 വർഷങ്ങൾ ഏലിയാവിന്റെ ശുശ്രൂഷകനായി, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിക്കുന്നവനായിട്ട് താൻ തുടരുന്നതായിട്ട് നാം കാണുന്നു. Then we see he continued 13 years as under the training of Elisha, his master. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ യഹോശാഫാത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടത് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ എലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. We read in 2 Kings chapter 3 and verse 11, when Jehoshaphat asked, "Is there no prophet of the Lord here?" Then we see it on the screen. We can read that verse. അപ്പോൾ എലീശയ്ക്ക് തന്റെ വിളിയുടെ ഉറപ്പ് ലഭിച്ചു. So we see that he got the confirmation of his call. തന്റെ വിളിയുടെ പ്രാധാന്യത മനസ്സിലായി. He understood the importance of his call. തന്റെ വിളി നിറവേറ്റുവാൻ ആവശ്യമുള്ള പരിശീലനം ലഭിച്ചു. And he got the training to fulfill the cause of his call. ഇനി എലീശയ്ക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? Now what does he need? നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എലീശയ്ക്ക് തന്റെ നിയോഗം ഏറ്റവും ഫലകരമായി നിറവേറ്റുവാൻ ആവശ്യമുള്ള ദൈവശക്തി തനിക്ക് ആവശ്യമാണ്. Now we understand he needs that power of God to accomplish his duties. ആ ശക്തി ലഭിക്കേണ്ടതിനാണ് ഏലിയാവിനെ വിട്ടുപിരിയാതെ എലീശ സഞ്ചരിക്കുന്നത്. So he continued walking with his master Elijah to receive that power. തന്റെ യജമാനരിൽ ആ ദൈവശക്തി എലീശയ്ക്ക് വാസ്തവമായി കാണുവാനായിട്ട് കഴിഞ്ഞു. Elisha was able to see that power of God in his master. ആ ശക്തി ഇല്ലാതെ ദൈവത്തിന് പ്രസാദകരമായിട്ട് തന്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ കഴിയില്ല എന്ന് എലീശയ്ക്ക് മനസ്സിലായി. He knew that he would not do the work of God without that power of God. ഏലിയാവിൽ പ്രവർത്തിച്ച ദൈവശക്തിയേക്കാൾ അധികമായി ദൈവശക്തി ലഭിച്ചെങ്കിലേ ഏലിയാവിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് വിജയകരമായി തനിക്ക് തുടരുവാൻ കഴിയുകയുള്ളൂ എന്ന് എലീശയ്ക്ക് മനസ്സിലായി. And he understood that he will only be able to continue his ministry as a successor only if he receives the double portion of Elijah's power. തീർച്ചയായിട്ടും എലീശയ്ക്ക് അതില്ലാതെയും തന്റെ ശുശ്രൂഷ ചെയ്യാം. Of course, he could have done the ministry without that. നാം ഓർക്കുന്നുണ്ടല്ലോ, ഏലിയാവ് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളിലും എലീശയോട് പറയുന്നുണ്ട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, ദൈവം എന്നെ അയക്കുന്നു, ദൈവം എന്നെ അയക്കുന്നു. Because we see wherever they went together, Elijah was asking him to stay there. God is with you, you stay here. എലീശയ്ക്ക് അവിടെയൊക്കെ താമസിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷ തീർച്ചയായിട്ടും നിറവേറ്റാമായിരുന്നു. Elisha could stay in those places and he could fulfill the work of God. എന്നാൽ ഏലിയാവിന്റെ പിന്തുടർച്ചക്കാരനായി വിജയകരമായി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ താൻ അവിടെ താമസിച്ചാൽ കഴിയുമായിരുന്നില്ല. അതിന് ഏലിയാവിനെ പിന്തുടരുവാനായിട്ട് ആവശ്യമുണ്ടായിരുന്നു. But in order to be a successful and victorious successor of Elijah, he could not have stayed in that place and he had to follow him continuously. അതുകൊണ്ട് ഏലിയാവിനെ വിട്ടുപിരിയാതെ എലീശ സഞ്ചരിക്കുകയാണ്.
And that is the reason he is with him all the time, continuously following him. തന്റെ യജമാനിൽ പ്രവർത്തിച്ച ദൈവശക്തി, The power of God which worked in his master, ദൈവം തന്റെ യജമാനനെ ആദരിക്കുവാൻ കാരണമായി തീർന്ന ആ ദൈവശക്തി, the power of God which is the reason for God's honor in Elijah. ആ ശക്തി തനിക്ക് ലഭിക്കണം എങ്കിൽ മാത്രമേ ഏലിയാവിന്റെ പിന്തുടർച്ചക്കാരനായി വിജയകരമായി തുടരുവാൻ കഴിയുകയുള്ളൂ എന്ന് എലീശയ്ക്ക് മനസ്സിലായി. He understood that he had to receive that power, and only then he can be a successful successor of Elijah. അങ്ങനെ നാം 2-ാം അധ്യായം 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇരുവരും യോർദാന്റെ കരയിൽ വന്നു. And we read in chapter 2 verse 7 and 8, as we read on the screen, they come to the coast of Jordan. ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് വെള്ളത്തെ അടിച്ചു, അത് രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടെ യോർദാന്റെ അക്കരെ കടന്നു. Elijah struck the water, and both of them they walked in the divided way to the other side. എലീശ ഏലിയാവിനെ വിടാതെ പിന്തുടരുകയാണ്. Elisha is following him continuously. തന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഏലിയാവിൽ പ്രവർത്തിച്ച ദൈവശക്തി അതിലും അധികമായി തനിക്ക് ആവശ്യമാണ്. He knew that he needed to have the power of God which is there in his master in much more. അത് ലഭിച്ചെങ്കിൽ മാത്രമേ വിജയകരമായ ശുശ്രൂഷ നിവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരുന്നു. And he was sure that he needs to have that power in order to fulfill the ministry. ഇന്ന് രാത്രി നമ്മുടെ ജീവിതവുമായിട്ട് നാം അതിനെ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാൻ കഴിയും. If we connect our life to this message, we can think in this way. ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിത ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. We have a responsibility of our life in which God has entrusted or God has appointed us. നമ്മെ ഓരോരുത്തരെയും വലിയ വില കൊടുത്ത് ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുത്തത് വ്യക്തിപരമായി നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. It's because God has a personal plan about all our life, for which he has saved us in his grace. അങ്ങനെ നമ്മെ രക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുവാനായിട്ടുള്ള കൃപാവരവും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. And when that happened, God has given us the gift of his spirit in order to fulfill that. എന്നാൽ ഇന്ന് രാത്രി നാം ഓർക്കുവാൻ ആവശ്യമുള്ള ഒരു കാര്യം, But we need to remember something tonight. ഒന്നാമത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും നാം തെറ്റുകൂടാതെ മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. We need to understand without mistake the call of God. എലീശയ്ക്ക് ഏലിയാവിന്റെ പുതപ്പ് തന്റെ മേൽ വീണപ്പോൾ ഏലിയാവിന്റെ പിന്തുടർച്ചക്കാരനായി ദൈവം നിയോഗിച്ചു എന്നുള്ള ബോധ്യം ഉണ്ടായതുപോലെ, Like Elisha was confirmed about his call when he received the mantle which fell upon him. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി സ്വർഗീയ പൗരന്മാരാക്കിയപ്പോൾ, ദൈവമക്കളാക്കിയപ്പോൾ, ദൈവത്തിന് നമ്മെക്കുറിച്ച് അതിമഹത്തായ ഒരു പദ്ധതി ഉണ്ടെന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Likewise, we need to understand when God has bought and purchased us through his son, the Lord Jesus Christ, there is a divine purpose and call in that plan. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി അത് നിറവേറ്റുവാനുള്ള മനസ്സൊരുക്കം നമുക്കുണ്ടാകണം. We need to have a commitment to fulfill the will of God. രണ്ടാമതായിട്ട് എലീശയ്ക്ക് തന്റെ വിളിയുടെ പ്രാധാന്യത മനസ്സിലായതുപോലെ ദൈവഹിതം നിറവേറ്റുന്നതിന്റെ പ്രാധാന്യത നാം മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. Secondly, how Elisha was able to understand the importance of his call. We need to acknowledge the importance of our call. പ്രിയമുള്ളവരെ, നാം എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം ചിലവഴിക്കുവാൻ അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. God doesn't want to do something or the other and full and complete our Christian life. എല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. There is something that everybody can do. ആർക്കും ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. And there is something that not everybody can do. എന്നാൽ എന്നെക്കുറിച്ച് മാത്രം ദൈവം ഉദ്ദേശിക്കുന്ന,
എന്നിലൂടെ മാത്രം സഫലമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യപരിപാടികളുണ്ട്. But there are something which God wants only me to do and fulfill. എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന, എന്നിലൂടെ മാത്രം നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കെ, When there is something which God wants to fulfill only through me, ആർക്കും ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ നമ്മുടെ സമയം ചിലവഴിച്ച് നമ്മുടെ ജീവിത ദൗത്യം പരാജയപ്പെട്ടു പോകുവാനിടയായി തീരരുത്. our life should not be a failure doing something which is meant for someone else. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. I will have the reward only I am able to fulfill what is meant for me. മറ്റാരെക്കുറിച്ചെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്റെ താല്പര്യം കൊണ്ട് ഞാൻ ചെയ്താൽ അതിന് പ്രതിഫലം എനിക്ക് ലഭിക്കുകയില്ല. If I do something which is meant for someone else because I like to do it, then there is no reward for me. അതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുവാൻ വളരെ ആവശ്യമുണ്ട്. Therefore, it is very important to know the will of God in my life. നാം അത് ചെയ്യുന്നവരാകണം. We need to be doing that. അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒന്നും കാണുകയില്ല. Otherwise, we will be empty when we go to the presence of God. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. I heard a story like this. ഒരിക്കൽ ഒരു പ്രസംഗകൻ സമാഗമന കൂടാരത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. Once a preacher was speaking about the things which is not there in the tabernacle. ഒരുപാട് കാര്യങ്ങൾ സമാഗമന കൂടാരത്തിൽ ഇല്ലാത്തതുണ്ട്. There are several things which is not present in the tabernacle. സമാഗമന കൂടാരത്തിന് പടിയില്ല. There are no steps. സമാഗമന കൂടാരത്തിൽ ഇരിക്കുവാനായിട്ട് കസേരയോ സ്റ്റൂളോ ഒന്നുമില്ല. And no chairs in it. ഇങ്ങനെ ഇല്ലാത്ത പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ് അതിന്റെ ആത്മീക അർത്ഥമൊക്കെ വിവരിച്ച് നല്ലൊരു പ്രസംഗം നടത്തിയുണ്ടായി. So he did a good message talking about those things which are not in the tabernacle. രസികനായ ഒരു വ്യക്തി അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം അതിനുശേഷം പറഞ്ഞത് ഇങ്ങനെയാണ്. Someone made a comment about this like this. പ്രസംഗം വളരെ നന്നായിരുന്നു, പക്ഷെ വേദപുസ്തകത്തിൽ ഇല്ലാത്തതാണ് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു. The message was very good, but you spoke what is not in the Bible. നാം എന്തെങ്കിലും ചെയ്ത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ പെടാത്തത് ചെയ്ത് നമ്മുടെ സമയം ചിലവഴിക്കുവാനായിട്ട് പാടുള്ളതല്ല. We should not spend our time doing something which is not meant for me. അങ്ങനെ ചെയ്താൽ നമ്മുടെ അധ്വാനം വ്യർത്ഥമായി പോകും, ദൈവസന്നിധിയിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. If you do so, my effort will be wasted and there is no reward in the presence of God. അതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി അത് ചെയ്യുവാനായിട്ട് എനിക്ക് വളരെ ആവശ്യമുണ്ട്. അത് വളരെ പ്രാധാന്യതയുള്ളതാണ്. Therefore, I need to understand and acknowledge my plan and what I need to do and fulfill that for the glory of God. ദൈവത്തിന്റെ ഹിതം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, വചനപ്രകാരം ആത്മീകമായ നിലയിൽ നിറവേറ്റുവാനുള്ള പരിശീലനം എനിക്ക് ആവശ്യമാണ്. I need to have the training to fulfill the gift that I need to do spiritually. ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് ആ പരിശീലനം ലഭിക്കുകയാണ്. By studying and meditating the word of God, we get the training for that. ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള പരിശീലനം ലഭിക്കുകയാണ്. When we are in the presence of God, we get the training. അത് മാത്രമല്ല, നാം ഓർത്തതുപോലെ അത് ഏറ്റവും ഫലകരമായി, ഏറ്റവും വിജയകരമായി നിറവേറ്റുവാനായിട്ട് ദൈവശക്തി ആവശ്യമാണ്. Not only that, in order to fulfill it victoriously, we need the power of God. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ശക്തിയിലോ നമ്മുടെ പരിജ്ഞാനത്തിലോ ചെയ്താൽ അത് ദൈവത്തിന് മഹത്വമാവുകയില്ല. If we do something in our own effort and understanding for the work of God, it will not give glory unto Him. ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച് ദൈവസന്നിധിയിൽ ദൈവഹിതം നിറവേറ്റുവാൻ നമുക്ക് ആവശ്യമുണ്ട്. We need to get the power of God and fulfill in His will. എലീശയുടെ മനോഭാവം നമുക്കൊരു വെല്ലുവിളിയായിരിക്കട്ടെ. Let this be a challenge to all of us. നമ്മളുടെ ബന്ധത്തിലുള്ള ആദ്യത്തെ പാഠം നമുക്ക് ഇങ്ങനെ പഠിക്കുവാനായിട്ട് സാധിക്കും. We can understand the first lesson from this.
ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്ന ദൗത്യം വിജയകരമായി നിറവേറ്റുവാനുള്ള ശക്തി പ്രാപിക്കുന്നതിനായി നാം മനഃപൂർവമായ സമർപ്പണത്തോടെ നിരന്തരമായി കർത്താവിനെ അനുഗമിക്കണം. We read it here, we should follow the Lord by our own determination, exercising our free will in order to be empowered for successfully fulfilling the purpose of our call. വളരെ നിർബന്ധ ബുദ്ധിയോടെ, വളരെ ആവശ്യബോധത്തോടെ ഏലിയാവിനെ പിന്തുടരുകയാണ്. Here with that determination, Elisha is following his master Elijah. നാം കാണുകയുണ്ടായി അവിടെയുള്ള പ്രവാചക ശിഷ്യന്മാരൊക്കെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. We see some of the disciples who were trying to discourage him. ഏലിയാവ് പോലും തന്നോട് പറയുന്നു, നീ ഇവിടെ പാർത്തുകൊള്ളുക, ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. And even Elijah was telling him to stay there and God has sent me. But എന്നാൽ ഏലിയാവിനെ വിട്ടുപിരിയാതെ പിന്തുടരുകയാണ്. But Elisha was continuously following his master. തന്റെ ഹൃദയത്തിൽ ഒരേ ഒരു ആഗ്രഹം. He had only one desire in his heart. ദൈവം തന്നെ ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് വിളിച്ചാക്കിയിരിക്കുകയാണ്. God has called him for a specific purpose. തനിക്ക് ഒരിക്കലും ആഗ്രഹിക്കുവാൻ കഴിയാത്ത, ഒരിക്കലും സ്വപ്നം കാണുവാൻ കഴിയാത്ത വലിയൊരു പദവിയിലേക്ക് ദൈവം തന്നെ ആക്കിയിരിക്കുകയാണ്. God has appointed him in a position which he could never even dream about. അതെങ്ങനെയെങ്കിലും നിവർത്തിച്ചാൽ പോരാ. I don't want to fulfill and do it in some way. അതേറ്റവും ഭംഗിയായിട്ട് ചെയ്യണം. I want to do it the best I can. എന്റെ ഗുരു ചെയ്തതുപോലെ അതിനേക്കാൾ നന്നായി ചെയ്യണം. Like the way how my master did, and maybe more than how he has done. അതിനുള്ള ശക്തി എന്റെ ഗുരുവിൽ നിന്ന് പ്രാപിച്ചേ മതിയാകെയുള്ളൂ. I need to get that power from my master. അതുകൊണ്ട് തന്റെ യജമാനനെ, തന്റെ ഗുരുവിനെ വിട്ടുപിരിയാതെ എലീശ യാത്ര ചെയ്യുകയാണ്. Therefore, without leaving him, he is traveling with him continuously. ഇന്ന് രാത്രി നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന കാര്യം ഇതാണ്. This is something we can think about our own life as well. നമ്മുടെ കർത്താവ് നമ്മെ തന്റെ രക്തത്താൽ വീണ്ടെടുത്തു, ദൈവമകനാക്കി തീർത്തു, ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചു. God has called us and he purchased us and he appointed us for his ministry. എന്നാൽ എന്റെ കർത്താവ്, ജീവൻ തന്നെ എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം വിജയകരമായി സാധിക്കണമെങ്കിൽ, But if I need to fulfill victoriously about the will that God has entrusted upon me, ദൈവത്തിന് മഹത്വം വരുമാറ് അത് നിറവേറ്റുവാൻ എനിക്ക് കഴിയണമെങ്കിൽ, if I need to fulfill to bring glory unto God, നിരന്തരമായിട്ട് ഈ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ എനിക്ക് ആവശ്യമുണ്ട്. I need to walk closely with this Lord continuously. ഈ കർത്താവിനോട് ചേർന്നിരിപ്പാൻ എനിക്ക് ആവശ്യമുണ്ട്. I need to be with him closer and closer. അതിനുള്ള ഒരു നിർബന്ധ ബുദ്ധി, അതിനുള്ള ഒരു സമർപ്പണം, അതിനുള്ള ഒരു ആവശ്യബോധം എനിക്കുണ്ടായിരിക്കേണ്ടതാണ്. I need to have a submission. I need to have the determination to do that. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത് കുറഞ്ഞു പോയിട്ടില്ലേ? Dear ones, are we lack in doing this? കർത്താവിനോട് കൂടെ നടന്ന് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുവാനായിട്ടുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? Do we have that submission in continuously following our Lord? നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ദൈവസന്നിധിയിൽ 100 മേനി ഫലം കായ്ക്കുന്നവരാകണമെന്നാണ്. The Lord wants us to be fruitful 100% in our Christian life. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കർത്താവ് വിതയ്ക്കുന്നവന്റെ ഉപമ പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. In Matthew chapter 13 verses 1 to 8 we read about the parable of the sower. അവിടെ നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുന്നു. We see about the seed which has fallen on the good land. മറ്റു ഭാഗത്തേക്ക് പരാമർശം ചെയ്യുന്നില്ല. നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അത് 100, 60, 30 മേനി ഫലം കായ്ച്ചു. We see about that seed which was fallen on the good ground. It has multiplied 30 and 60 and No. 100, 60, 30. 100, 60 and 30 times. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. 100, 60, 30 മേനി ഫലം കായ്ച്ചു. The Lord has said that it has produced 100-fold, some 60 and some 30. നമ്മൾ പറയുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ബോബി പറഞ്ഞതുപോലെയാണ് പറയുന്നത്.
If you would be saying the other way, കാര്യം പറയുമ്പോൾ 30, 60, 100 ആ അസെൻഡിങ് ഓർഡർ ആണ് സാധാരണ നാം ഉപയോഗിക്കുന്നത്. we usually use the ascending order when we talk about the produce. എന്നാൽ കർത്താവ് ഇവിടെ ഡിസെൻഡിങ് ഓർഡറിലാ പറഞ്ഞത് 100, 60, 30 മേനി ഫലം കായ്ച്ചു. But Lord has mentioned, or he told in the other way from the descending order. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? Why did the Lord say that way? എല്ലാവരെ കുറിച്ചുമുള്ള കർത്താവിന്റെ ആഗ്രഹം എല്ലാവരും 100 മേനി കായ്ക്കണമെന്നാണ്, 100 മേനി ഫലം ഉണ്ടാക്കണം. അതുകൊണ്ട് 100 കർത്താവ് ആദ്യം പറയുന്നത്. The reason is God wants everyone to be fruitful in 100%. That is why he started with 100. നാം ചിന്തിക്കുന്ന പോലെ 30, 60 പിന്നെ കുറച്ച് ആരെങ്കിലും ഒക്കെ 100 കായ്ച്ചാൽ ഓക്കെ, അങ്ങനെയല്ല. എല്ലാവരും 100 മേനി ഫലം കായ്ക്കണം, അതാണ് കർത്താവിന്റെ ആഗ്രഹം. It's not how we think, okay, somebody can have a 30-fold and someone can go to the 100-fold. But the Lord wants everyone to have the 100% of multiply or produce. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസ് 8-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഇതേ ഉപമ പറയുന്നുണ്ട്. When we go to Luke chapter 8, we can see the same parable mentioned there. അവിടെ 100 മേനിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, 60, 30 പറയുന്നേ ഇല്ല. When you go to that portion, it is mentioned only about 100-fold. We don't see talking about 60 or 30. കാരണം കർത്താവിന്റെ ആഗ്രഹം തന്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങിയ നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന്റെ മഹത്തായ ആഗ്രഹം നാം എല്ലാവരും ഒരുപോലെ ദൈവഹിതത്തിൽ നാം 100 മേനി ഫലം കായ്ക്കുന്നവരായി തീരണം. Because our Lord wants all who have been bought by his blood to have the 100-fold of produce in our Christian life. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, I am thinking in this way. ഏലിയാവ് എലീശയോട് പറഞ്ഞു, നീ ഗിൽഗാലിൽ പാർത്തുകൊള്ളുക, ദൈവം എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. Elijah told Elisha to stay in Gilgal, and God has asked Elijah to go. എലീശ ഗിൽഗാലിൽ പാർത്തിരുന്നെങ്കിൽ തനിക്ക് 30 മേനി ഫലം കായ്ക്കുവാനായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. If Elisha had stayed in Gilgal, he could have only produced 30-fold of his work. ബേഥേൽ വെച്ച് പറയുകയാണ്, നീ ബേഥേൽ പാർത്തുകൊള്ളുക, ദൈവം എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. In Bethel, he asked him to stay again, and he said, God has sent me. ഒരുപക്ഷെ ബേഥേൽ എലീശ പാർത്താൽ തനിക്ക് 60 മേനി ഫലം കായ്ക്കുവാൻ കഴിഞ്ഞേക്കാം. Probably he would have produced only 60-fold if he had stayed in Bethel. എന്നാൽ 100 മേനി ഫലം കായ്ക്കണമെങ്കിൽ അതിനപ്പുറത്തേക്ക് യോർദാന്റെ കരയിലേക്ക് പോകണം. യോർദാൻ കടന്ന് ആ തന്റെ യജമാനിൽ നിന്ന് ആ ശക്തി താൻ പ്രാപിക്കുവാൻ ആവശ്യമുണ്ട്. But he needed to have the 100-folds of his effort and his produce. For that, he had to continue. He had to follow his master. ഇവിടെ എലീശയുടെ സമർപ്പണം നാം കാണുകയാണ്. Here we see the commitment or the submission of Elisha. 100 മേനി ഫലം കായ്ക്കുവാനുള്ള തന്റെ സമർപ്പണം. The submission to have the 100-fold of his fruit. ആ സമർപ്പണത്തെ ഏലിയാവ് ആദരിക്കുന്നു, ആ സമർപ്പണത്തെ ദൈവം ആദരിക്കുന്നു. Elijah and God honor his determination and his submission. നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണത്തെ ആദരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. God is a God who honor our submission. നാം ഓർക്കുവാൻ ആവശ്യമുള്ള വളരെ വിലപ്പെട്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. We need to know a very precious truth from here. നമ്മുടെ രക്ഷ ദൈവം ദാനമായി നൽകിയതാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. Our salvation is a gift of God. എന്നാൽ ആത്മീയ അനുഗ്രഹങ്ങളൊന്നും ദൈവത്തിന്റെ ദാനമല്ല. But none of the spiritual blessings are not his gift. ആത്മീയ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുവാൻ ആവശ്യമുള്ളതാണ്. നമ്മുടെ പരിശ്രമം കൊണ്ട്, നമ്മുടെ സമർപ്പണം കൊണ്ട്, നമ്മുടെ ദൈവസ്നേഹം കൊണ്ട്, ദൈവ ശുശ്രൂഷ കൊണ്ട് നാം പ്രാപിക്കുവാൻ ആവശ്യമുള്ളതാണ് ആത്മീയ അനുഗ്രഹങ്ങൾ. But by our own effort, by our own work that we do for the Lord, these are something that we need to gain. ആത്മീയ അനുഗ്രഹങ്ങൾ വില കൊടുത്ത് നേടേണ്ടതാണ്, അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. The spiritual blessings are not free for us, but we need to pay a price in order to gain them.
നമുക്ക് ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്ന നിലയിൽ രക്ഷ ദൈവം നമുക്ക് ദാനമായി തന്നു. In order for us to get the spiritual blessings, God has given us salvation for free. എന്നാൽ ദൈവസന്നിധിയിലെ ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത് അത് നാം വില കൊടുത്ത് നേടേണ്ടതാണ്. The spiritual blessings are there for us to pay a price and gain for it. അതിനുവേണ്ടി നാം നിരന്തരമായി ദൈവസന്നിധിയിലായിരിക്കുവാൻ ആവശ്യമുണ്ട്. For those blessings, we need to be in the presence of God continuously. ഇന്ന് രാത്രിയും ദൈവനാമത്തിൽ നാം സഭയായിട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർക്കുകയും അതിന്റെ കണക്ക് നാം വായിക്കുകയും ചെയ്യുകയായിരുന്നു. This evening we were looking into the accounts of our assembly and those things which we had done earlier. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ചെയ്തിട്ടുള്ള സമർപ്പണം, ദൈവത്തിന് വേണ്ടി വില കൊടുത്തിട്ടുള്ളതായ ആ നല്ല ദാനങ്ങളെ ദൈവം ആദരിച്ച് സമൃദ്ധിയായിട്ട് നമ്മെ ദൈവം ആദരിക്കുന്നവനാണ്. For any commitment and a submission that we have done in the presence of God, God will honor them and He will reward us. ദൈവം ഒന്നും മറന്നു കളയുന്നവനല്ല. We will not forget any of them. പ്രിയ സഹോദരൻ ജോയി പറയുകയുണ്ടായി, പഴയ നിയമത്തിൽ അങ്ങനെ ചെയ്ത വിധവമാർക്കൊക്കെ അനുഗ്രഹം കൊടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാശിയുടെ വിധവയുടെ അനുഗ്രഹം പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും തനിക്ക് അനുഗ്രഹം ലഭിച്ചു കാണുമെന്ന്. Joy John was telling us about in Old Testament, we don't see any reward which is given in the Old Testament, but regarding this widow, of course, she must have received the reward. തീർച്ചയായിട്ടും കർത്താവ് നേരിട്ട് കമന്റ് ചെയ്ത ആദരിച്ച അനുമോദിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ദൈവീയ അനുഗ്രഹം തനിക്ക് ഉണ്ടായിട്ടുണ്ടാകാം. As a person who had been commended directly by the Lord must have received the reward in her life. എന്നാൽ തന്റെ ഭൗമിക അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാരണമായിട്ട് ഞാൻ വിചാരിക്കുന്നത്, what I am thinking regarding the material things that she had at that time, ആ വിധവയെ കുറിച്ച് അവളുടെ പ്രതിഫലം സ്വർഗത്തിലാണ്, ദൈവസന്നിധിയിലാണ്. അതുകൊണ്ട് ഈ ലോകത്ത് തനിക്കൊരു പ്രതിഫലം ലഭിച്ചില്ലെങ്കിലും അത് വിഷയമല്ല. അതുകൊണ്ട് കർത്താവ് അത് പറഞ്ഞിട്ടില്ല. Her reward is not mentioned in this world, but her reward is in heaven, and probably that is the reason Lord has not mentioned specifically about her reward. ഈ ലോകത്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ പ്രതിഫലം ഉറപ്പായും ലഭിക്കുന്നതാണ്. Whether we receive the reward in this world or not, our reward in heaven is assured. കർത്താവ് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. God has told something very clearly. എന്റെ നാമത്തിൽ ഈ ചെറിയൊരുവന് എന്റെ ശിഷ്യൻ എന്ന് പരിഗണനയിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം മാത്രം കുടിക്കാൻ കൊടുത്താൽ അതിന് പോലും പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല. God has said, if any one of you give a glass of water to any of these least ones, there will be reward even for that also. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ ആർക്കൊക്കെ വെള്ളം കൊടുക്കുന്നു നമ്മൾ കണക്ക് വെക്കാറില്ല. ഗിഫ്റ്റ് ഒക്കെ കൊടുത്താൽ ചിലപ്പോൾ ഓർക്കുമായിരിക്കും, പക്ഷെ പച്ചവെള്ളം കൊടുത്തവരെ കണക്കൊന്നും നമ്മൾ വെക്കാറില്ല. Usually I say we never keep an account of whom we have given a glass of water to drink. ഞങ്ങളുടെ വീട് റോഡ് സൈഡിലായതുകൊണ്ട് ധാരാളം ആളുകൾ വെള്ളം കുടിക്കാനൊക്കെ വീട്ടിൽ കയറാറുണ്ട്. Since my home is on the roadside, there are so many people who would come for a glass of water to drink. ആർക്കൊക്കെ വെള്ളം കൊടുത്തെന്നുള്ളത് നമുക്ക് കണക്കൊന്നുമില്ല. We have no account of who are the people who have come and asked for a drink. എന്നാൽ കർത്താവിനെ ആദരിച്ചുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ഒരു ഗ്ലാസ് തണ്ണീർ മാത്രം കുടിക്കുവാൻ കൊടുത്താലും അത് മറക്കാതെ കണക്കെഴുതി വെച്ച് പ്രതിഫലം തരുന്നവനാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം. Our God is a God who don't even forget if we give a glass of water to one of the least among us. ദൈവം നമ്മെ വാസ്തവമായി സഹായിക്കട്ടെ. May the Lord help us. എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. I'm closing my words here. നമ്മുടെ സമർപ്പണത്തെ ആദരിക്കുന്നവനായ ദൈവം, A God who honor our commitment. ദൈവസന്നിധിയിൽ നാം സമർപ്പണത്തോടെ ആയിരിക്കുമ്പോൾ, When we are committed in the presence of God, സമർപ്പണത്തോടെ നാം ദൈവത്തെ സേവിക്കുമ്പോൾ, when we serve Him in complete commitment, സമർപ്പണത്തോടെ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, when we give for the Lord in complete commitment, സമർപ്പണത്തോടെ ദൈവത്തെ ആദരിക്കുമ്പോൾ, when we honor Him in the submission,
അതിനൊക്കെ പ്രതിഫലം തരുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. Our Lord is a Lord who will give reward for all of those. ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്ന ദൗത്യം വിജയകരമായി നിറവേറ്റുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ നാം മനഃപൂർവമായ സമർപ്പണത്തോടെ നിരന്തരമായി കർത്താവിനെ അനുഗമിക്കണം. We need to follow our Lord continuously in the complete commitment that we have for the Lord. ഈ ഭാഗത്തിന്റെ തുടർച്ച ദൈവം അനുവദിച്ചാൽ അടുത്ത ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. God willing, we will discuss the continuation of this portion. ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help us. ദൈവം നമ്മെക്കുറിച്ച് മഹത്തായ ഒരു പദ്ധതി ഉദ്ദേശിച്ചിട്ടുണ്ട്. God has a very specific and divine plan about our life. അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. It's important for us to understand that. അത് നിറവേറ്റുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. It's important to fulfill those. അതിന് ദൈവശക്തി ആവശ്യമാണ്. For fulfilling that, we need the power of God. നമുക്ക് നമ്മുടെ കർത്താവിനോട് ആയിരിക്കാം. Let us be with our Lord. അവനോട് ചേർന്ന് നടക്കാം. Let us be with Him, walk with Him. നമ്മെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. Let us give ourselves completely unto Him. ദൈവം നമ്മെ ഉയർത്തി ഉപയോഗിക്കട്ടെ. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the Lord use us and may His name be glorified.